കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിന്റെ എപ്പിസോഡ് 5 ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നത് എന്തായാലും ഉറപ്പുവരുത്തണം. എല്ലാത്തിനും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ പേജ് മിസ്സാകരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ സൂഹോ പറയുന്നുണ്ടായിരുന്നു, എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവൻ എങ്ങനെ ഇനി എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം ഇവൻ്റെ പേര് റെഡ് കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഡൗട്ടൊന്നുമില്ലെന്ന് യങ് മോണാർക്ക് താങ്കളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. മതി എന്തായാലും ഒരു പുതിയൊരു ഫൈറ്റിംഗ് സ്റ്റൈൽ ഞാൻ കണ്ടുപിടിച്ചു. അതെനിക്ക് എന്തായാലും ഗുണമായിട്ടുണ്ട്. ഒരു പുതിയൊരു നല്ലൊരു ഹാർവസ് തന്നെയായിരുന്നു. ഇനി എന്തായാലും റിവാർഡ്സ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ റിവാർഡ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു സ്കില്ല് കിട്ടുന്നുണ്ട്. ഇതെന്തായാലും നല്ലൊരു സ്കില്ലാണ്, എനിക്ക് ഏറ്റവും ആവശ്യമായ ഒരു സ്കിൽ കൂടിയായിരുന്നു. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുഹോ തൻ്റെ കയ്യിലുണ്ടെന്ന ഗോംഗിൾസ് ഒക്കെ മാറ്റിയിട്ട് ആ ഒരു വാൾ കിടക്കുന്ന അവിടേക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വാളും പറയുന്നുണ്ട്, കോപ്പ് നാണം കേട്ടല്ലോ, ഞാൻ ഷാഡോ മോണാർക്കിൻ്റെ ഒരു ഡിസൈനിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മരണപ്പെട്ടിരിക്കുന്നു, ഞാൻ തോറ്റുപോയിരിക്കുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും? പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യർ അവർക്ക് ആക്രാന്തമുണ്ട്. അതുകൊണ്ട് അവൻ എന്തായാലും എന്നെ വന്ന് തൊടും. അവൻ എന്നെ തൊടുന്ന അടുത്ത നിമിഷം തന്നെ ഞാൻ അവൻ്റെ ഫുൾ ബോഡി കൺട്രോൾ ചെയ്തിരിക്കും. പക്ഷേ സുഖ വളരെ സിമ്പിളായിട്ട് വന്ന് ആ സോർ എടുത്ത് അവൻ നോക്കുന്നുണ്ട്. സോ ഇതെന്തായാലും കൊള്ളാം. ഗോബിളിൻ്റെ വെപ്പൺ വെച്ച് നോക്കാനത് ഇതെന്തായാലും ഫാർ ബെറ്ററാണ്. ആ ഒരു പേരും പറയുന്നുണ്ട്, ഫാങ് ഓഫ് റക്കൻ എന്നാണ് അതിൻ്റെ പേര്. കോപ്പ് എനിക്കിവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. മോണാർക്ക് ഓഫ് ദി ഫാങ്ങിൻ്റെ പവേഴ്സ് ഇൻഹെറിറ്റ് ചെയ്തിട്ട് പോലും എനിക്ക് ഈ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ സുഖോ ആ ഒരു വെപ്പൺ എടുത്ത് നേരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ സ്റ്റോം സ്ലാഷ്, നേരത്തെ കിട്ടിയ ആ ഒരു പുതിയൊരു അറ്റാക്ക്. ആ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം തന്നെ അവിടെയുള്ള എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നുണ്ട്. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഇതെന്തായാലും കൊള്ളാം, എൻ്റെ മാനെ കുറച്ച് പോകുമായിരിക്കും, പക്ഷേ ഒരൊറ്റ അറ്റാക്കിന് കുറച്ചധികം എനിമീസിനെ ഡിഫീറ്റ് ചെയ്യാൻ ഇത് ധാരാളം തന്നെയാണ്. അങ്ങനെ ആ സാർ എഴുന്നേൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എഴുന്നേൽക്കാത്ത സുഖ പറയുന്നുണ്ട്, താങ്കൾ എഴുന്നേറ്റോ. പക്ഷെ പെട്ടെന്ന് അവൻ പേടിച്ചു പോയി. കാര്യം അവൻ്റെ അടുത്ത് കയ്യില്ലാത്ത ഒരു 100 രൂപ ഉണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പുറത്തേക്ക് പോകാം, പോകുന്ന വഴി ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ അവർ പുറത്ത് വന്നിട്ടുണ്ട്. സുഹോ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്നുകൂടെ അകത്തേക്ക് കയറുവാണ്, ഇനി ആരെങ്കിലും ഉണ്ടാകും നോക്കാനായിട്ട് സർവൈവേഴ്സ്. അങ്ങനെ സുഹോ ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ നടത്താണ് ആ സാറ് പറയുന്നത്. അവൻ്റെ ഈ റാങ്ക് 100 പക്ഷേ അവൻ എന്താ പറയുക, ഒരു അവേക്കൺ പവറുണ്ട്, അവനൊരു സമ്മൺ സ്കില്ലുണ്ട്. പക്ഷേ അതിലുപരി സുഹോ എന്തുമാത്രം സ്ട്രോങ്ങറാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം ഇന്നിവിടെ എല്ലാവരും ജീവനോട് ഇരിക്കാൻ കാരണം സുഹോയാണ്. അവനാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം മോൺസ്റ്റേഴ്സിനാണ്. സുഹോയായിട്ട് അതിനെ എല്ലാത്തിനും വലിച്ചിട്ട് കീറുന്നുണ്ടായിരുന്നു. അതിനെല്ലാം കൊന്ന് അവൻ ചെറുതായിട്ട് ലെവലപ്പ് ആകുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സുഹോ പറയുന്നുണ്ട്, ഇവിടെ എന്തായാലും കുറച്ചധികം മോൺസ്റ്റേഴ്സ് ഉണ്ടല്ലേ, പക്ഷേ എന്തായാലും നല്ലതല്ലേ, കാര്യം താങ്കൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ലെവലപ്പ് ആകാൻ പറ്റുമല്ലോ. അപ്പോൾ സുഹോ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ അറ്റാക്ക് പവർ എന്താണ് എത്ര പെട്ടെന്ന് താഴത്തേക്ക് പോയത്? ആ ചോദ്യം ആ ഒരു സോഡിനോടായിരുന്നു. അവൻ പറയുന്നുണ്ട്, അതിന് നിൻ്റെ കൂടെ ആർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ബെറു വന്നിട്ട് പറയുന്നുണ്ട്, പക്ഷേ നിൻ്റെ പവേഴ്സ് കുറച്ച് ഡേർട്ടിയാണ്, നിന്നെക്കാട്ടും വീക്കായിട്ടുള്ള ഒരാൾ യൂസ് ചെയ്യുന്നത് അവൻ്റെ പവേഴ്സ് കുറയുന്നല്ലേ നീ പറയുന്നത്, വീക്കോ ഡേർട്ടിയോ? അപ്പോൾ ഈ ഹണ്ടേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പക്ഷേ യങ് മൊണാർച്ച് നിന്നെ ഡിഫീറ്റ് ചെയ്തതാണ്, അതിനർത്ഥം അദ്ദേഹം നിന്നെക്കാട്ടും സ്ട്രോങ്ങർ ആണെന്നല്ലേ. അതൊക്കെ ശരിയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഹോ ആ റൂൺസിലേക്ക് വരുന്നതാണ്. അവൻ അവിടെ ചെന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൻ കാണുന്നത് കുറേയധികം ഹണ്ടേഴ്സ് മരിച്ചു കിടക്കുന്നതാണ്. സുഹോയ്ക്ക് വളരെയധികം സങ്കടം വരുന്നുണ്ട്. അത് നമ്മുടെ ബെറു പറയുന്നുണ്ട്, യങ്ങിലോട് എല്ലാവരും മരിച്ചിരിക്കുന്നു, ആർക്കും ജീവനില്ല, പിന്നെ അല്ലാതെ അവരെ എല്ലാവരും ഞാൻ കൊന്നു. എൻ്റെ സ്ഥലത്ത്, അതായത് മൊണാർക്ക് ഓഫ് ദി ഫാങ്ങിൻ്റെ സ്ഥലത്ത് കാലുകുത്തിയ എല്ലാവരെയും ഞാൻ കൊല്ലും. ഇത് കേൾക്കാൻ നേരത്ത് സുഹോ അവനെ എടുത്ത് നേരെ തറയിലേക്ക് കുത്തി ഇറക്കിയിട്ട് പറയുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് ഒന്ന് മിണ്ടാതിരിക്കുക. ഈ സമയത്ത് അവിടെയുള്ള എല്ലാ ടാർജറ്റിൻ്റെ മേത്തും ഷാഡോ എക്സ്ട്രാക്ഷൻ പോസിബിൾ ആയിരുന്നു. ബെറു, അപ്പോൾ എനിക്ക് മനുഷ്യരുടെ മേത്തും അതെ, താങ്കൾക്ക് ഈ കോപ്സ് ഉള്ളത്രയും കാലം മനുഷ്യരെയും ഷാഡോ എക്സ്ട്രാക്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സുഹോ പതുക്കെ തൻ്റെ കൈകൾ ഉയർത്തുന്നുണ്ട്. എന്നിട്ട് നേരെ അവന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുവാണ്. അല്ല താങ്കളത് യൂസ് ചെയ്യുന്നില്ല? ഇല്ല, അവർ ഓൾറെഡി മരിച്ചിരിക്കുന്നു, അതും ഫൈറ്റ് ചെയ്ത്. ഇനിയും അവന്മാരെ ഫൈറ്റ് ചെയ്യിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണിഷ്മെൻ്റ് അല്ലേ യങ് മൊണാർച്ച്. അങ്ങനെ സുഹോ അവിടെ ഉണ്ടായിരുന്ന ഒരു കാർട്ടികളുണ്ട്, അവന്മാരുടെ ശവമൊക്കെ ഇട്ടിട്ട് തിരിച്ചു വരുന്നുണ്ട്. ബെറു, നീ പറഞ്ഞത് ഇതൊരു മൊണാർക്കിൻ്റെ സാങ്ച്വറി ആണെന്നല്ലേ? അതെ. സോ എൻ്റെ അച്ഛനും ഇതുപോലെയുണ്ടോ? എൻ്റെ അച്ഛനാണോ ഈ മൊണാർക്കിനെ കൊന്നത്? അതും ഇറ്റാറംസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇറ്റാറംസാണ് നമ്മുടെ കറണ്ട് എനിമി. പണ്ടായിരുന്നു മൊണാർക്സ് എനിമിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഏകദേശം 9 മൊണാർക്സ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് ഞങ്ങളുടെ ലീഗും. ആദ്യത്തേത് ദി ഗ്രേറ്റ് സങ്ജിൻവോ, നിൻ്റെ അച്ഛൻ ഷാഡോ മൊണാർക്ക്. പിന്നെ അതേപോലെ ഫാങ് മൊണാർക്ക് ഉണ്ടായിരുന്നു, പ്ലേഗ് മൊണാർക്ക് ഉണ്ടായിരുന്നു, അയൺ ബോഡി മൊണാർക്ക് ഉണ്ടായിരുന്നു, വൈറ്റ് ഫ്ലെയിം മൊണാർക്ക് ഉണ്ടായിരുന്നു,
പിന്നെ ജയൻസ് മോണാർക്ക് ഉണ്ടായിരുന്നു, ഫ്രോസ്റ്റ് മോണാർക്ക് ഉണ്ടായിരുന്നു, ട്രാൻസ്ഫിഗറേഷൻ മോണാർക്ക് ഉണ്ടായിരുന്നു, അതിലുപരി ഡിസ്ട്രക്ഷൻ മോണാർക്ക് ഉണ്ടായിരുന്നു. ഇവരിത്രയും പേരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇവരെല്ലാവർക്കും വളരെയധികം സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, നമുക്ക് ഉദ്ദേശിക്കുന്നതിലും അപ്പുറം സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെല്ലാവരും താങ്കളുടെ അച്ഛൻ്റെ കൈകൊണ്ടാണ് മരിച്ചത്. എൻ്റെ അച്ഛൻ ചെയ്തോ? പിന്നല്ലാതെ. അതെ, ഷാഡോ മൊണാർക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ മോറൽ എനിമിയാണ്. കാര്യം അവനാണ് ഞങ്ങളുടെ മാസ്റ്ററിനെ കൊന്നത്. എനിക്ക് കുറച്ചൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും ഇവിടെയിട്ട് കൊന്നതെന്നാണ്. എനിക്ക് മനസ്സിലായി ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നതെന്ന്. പക്ഷേ നീ എന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ അച്ഛൻ ഈ ഭൂമിനെ പ്രൊട്ടക്ട് ചെയ്തു, അത് നിങ്ങളിൽ നിന്ന്. അത് തന്നെയല്ലേ നീ ഇച്ചിരി മുമ്പ് ഇവിടെ ചെയ്തത്? നിൻ്റെ ഈ പ്രഷ്യസ് ആയുള്ള സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടേക്ക് വന്നവരെ നീ കൊന്നു. ഏകദേശം ഒരേ ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, ഞാൻ എൻ്റെ അച്ഛനല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഈ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനർത്ഥം നീ ഞാനായിട്ട് ഫൈറ്റ് ചെയ്യട്ടോ എൻ്റെ അച്ഛനായിട്ട് ഫൈറ്റ് ചെയ്യട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യം ഞങ്ങളിവിടേക്ക് വന്നിട്ടേ ഇല്ല. നീ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിവിടെ ഒരു മോറൽ എനിമിയുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഒരു എനിമിയുണ്ട്. അത് അവരെ വേണം നമ്മൾ നോക്കാൻ. ഇറ്റാറംസ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലവും സ്പെയർ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നീ എന്നെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ ഈ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. സോ ഇവൻ പറയുന്നത് ഷാഡോ മൊണാർക്കായിട്ട് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നാണ്. സോ നീ എന്ത് പറയുന്നത്? ദി ഷാഡോയും ദി ഫാങ്ങും ഒരുമിച്ച് ഒരു യുദ്ധം ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു കോഫി ഷോപ്പാണ്. അവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട്, സോ ഇന്നലത്തെ ഇൻസിഡൻറ്റിനെ പറ്റി ക്ലിയർ ആയിട്ട് ഒന്ന് പറയാൻ സാധിക്കുമോ? ആ ഡി റാങ്ക് ഡഞ്ചനിൽ സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? ആ കാണിക്കുന്നത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ സൂഹോൻ്റെ സാറുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരനായിരുന്നു. അയാൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പറയാം. ഇവർക്കാർക്കും സൂഹോനെ പറ്റി അറിയാമല്ല, അവൻ്റെ സ്ട്രെങ്ത്തിനെ പറ്റി അറിയാമല്ല. സോ ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് എന്തുകൊണ്ട് സൂഹോയ്ക്ക് നല്ലതായിരിക്കും. അവനോടുള്ള കടം എനിക്ക് ഇങ്ങനെ മാത്രമേ വീട്ടാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ സൂഹോനെ പറ്റി അത്യാവശ്യം കുറച്ച് പേര് എല്ലാവരും അറിയുന്നുണ്ട്. ഇത് മെയിനായിട്ട് പറഞ്ഞ ഗിൽഡാണ്. ബ്ലാക്ക് ടോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗിൽഡ് ഉണ്ടായിരുന്നു. അവർ ഈ സൂഹനെ പറ്റി അറിയുന്നുണ്ട്. അവരൊക്കെ സൂഹനെ വിളിക്കാൻ വേണ്ടി അവനെ ക്ഷണിക്കുന്നുമുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അവനെല്ലാം ഇത് റിജക്റ്റ് ചെയ്ത് കളയുവാണ്. എന്ത് റിജക്റ്റ് ചെയ്തോ? അതും ദി ബ്ലാക്ക് ടോട്ടേഴ്സ്? അല്ല, അവനൊരു ഈ റാങ്ക് ന്യൂബിയല്ലേ, പിന്നെന്താണ് നമ്മുടെ കില്ലിട്ട് അവൻ റിജക്റ്റ് ചെയ്തത്? സർ എനിക്ക് പറഞ്ഞൂടാ, അവൻ ആരാണെന്നാണ് എൻ്റെ വിചാരം? അവൻ്റെ എസ് റാങ്ക് ആണെന്നാണോ? ഒരു ഗിൽഡിൽ ചേരാതെ ഇങ്ങനെ നടക്കുവാണ്. സോ കുറേ ഗിൽഡ് എന്നെ തേടി വരുന്നത്, പക്ഷേ ഇതുവരെ ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എന്താണെന്ന് അറിയാമല്ല, കുറേ അധികം ഇതാണ് ഈ ഒരു ഡെഞ്ചൻ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് എനിക്ക് വരുന്നത്. ഒരു ഗിൽഡിൽ കയറുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാര്യം ഫൈറ്റ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ എന്നാലും അല്ല, അതിനു മുമ്പ് ഇവനായിട്ടൊന്ന് സംസാരിച്ചാലോ? പിന്നെ കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. ഇവൻ എന്താണ് ഈ പറയുന്നത്? ഇത്ര മന്ദബുദ്ധിയാണ് ഇവൻ പറയുന്നത്. പക്ഷേ അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഷാഡോ ഒരു അലയാകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, ഒരു എനിമിയാകുന്നതിനെക്കാട്ടും. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കണ്ടീഷനുണ്ട്. എനിക്ക് മറ്റൊരു സീക്രട്ട് ഗ്രൗണ്ടിലേക്ക് ചെല്ലണം. സോ നീയാണ് അതെന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? പേടിക്കണ്ട, എനിക്ക് ആ ലൊക്കേഷൻ അറിയാം. ഫാങ് ഓഫ് ദി മൊണാർക്കിൻ്റെ ഒരു സേക്രഡ് ഗ്രൗണ്ട് കൂടെ എനിക്കറിയാം. പക്ഷേ അത് ഇവിടുന്ന് ദൂരമൊന്നുമില്ല. നമുക്ക് എന്തായാലും അവിടേക്ക് പോകണം. എന്നാൽ അവിടേക്ക് പോകാൻ ഇപ്പോൾ ഒരു ഗേറ്റ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ആ മനുഷ്യരെ വിളിക്കുന്നവരെ ഡഞ്ചൻ ബ്രേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ ആയിരിക്കണം. ഈ ഫീൽഡ് ടൈപ്പ് ഡഞ്ചൻ എന്ന് പറയുന്നത് ഒരു ഡഞ്ചൻ ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞ് മോൺസ്റ്റേഴ്സ് അവിടേക്ക് വന്ന് അത് മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ്. എന്നിട്ട് സോ അവൻ്റെ അങ്കിളിന് ഒരു മെസ്സേജ് കൊടുത്തിട്ട് അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സോ എന്തായാലും നമുക്കിനി ഒരു കൈ നോക്കാം. അങ്ങനെ സുഹു ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ഇത് തന്നെയല്ല സ്ഥലം? അതെ. പക്ഷേ പണ്ടാരം ഇത് ചെറിയ പ്രശ്നമാണല്ലോ. ഇത് മറ്റേ ഗിൽഡിൻ്റെ താഴ്ത്തു വരുന്നതാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹൈന ഗിൽഡ്. ഇത് അകത്തേക്ക് കയറുന്നത് ഇല്ലീഗലാണെന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല ഇവന്മാരെപ്പോഴും ഇവിടെ ഗ്യാങ് ആയിട്ടൊക്കെ നിൽക്കാറുണ്ട്. പക്ഷേ അതൊന്നും താങ്കൾ കേൾക്കേണ്ട എങ്ങോട്ട്, താങ്കൾ അകത്തേക്ക് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ സുഹോ തൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന CCTV ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സോ ഞാൻ അകത്ത് കയറുന്നുണ്ടെങ്കിൽ അവിടെ എവിഡൻസ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സുഹോ അതിൻ്റെ അകത്ത് കയറുന്നുണ്ട്, നടക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, ഈ ബ്ലൂ ഫോഗ് എല്ലായിടത്തും ഉണ്ടോ? ഞങ്ങളോട് കൃത്യമായി പറഞ്ഞാൽ ഇത് മാനാണ്, ഔട്ടർ സ്പേസിൽ നിന്നുള്ള. ഇതിന് ഡയമെൻഷണൽ വാൾസിൻ്റെ ഇടയിലൂടെ ഇവിടേക്ക് വരാൻ സാധിക്കും. ഞാനും പറയുന്നത് ഈ ഫോഗ് കാരണമാണ് ഞാനും ഈ പറയുന്ന സീക്രട്ട് ഗ്രൗണ്ട്സൊക്കെ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് എർത്തോട്ട് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ഔട്ടർ സ്പേസിലെ എൻറ്റിറ്റീസ് ഇവിടെ ഒരു വലിയൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അവരെ ആർമീസിനെ ഇവിടേക്ക് വരാനായിട്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ മാനുള്ളവർക്ക് ഈ ഡയമെൻഷണൽ ട്രാവൽ വളരെയധികം പാടാണ്. നീ പറയുന്നത് അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഇവിടേക്ക് വരാൻ കുറച്ച് താമസിക്കുമെന്നാണല്ലേ? എന്തായാലും ഒരു കാര്യം ചെയ്യും, ലെവൽ പാകം തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് സുഹോ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവൻ്റെ എതിരെ കുറച്ചധികം എനിമീസും വരുന്നുണ്ട്. കൃത്യമായി പറഞ്ഞ മോൺസ്റ്റേഴ്സ് അവരെല്ലാവരും ഓറഞ്ച് കളറാണ്. അങ്ങനെ എൻ്റെ പവേഴ്സ് കാണിക്കാൻ ടൈമായെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റക്കൻ മുകളിലേക്ക് പൊങ്ങുന്നുണ്ട്. സോ നീ ഡിപ്പെൻഡബിൾ ആണല്ലേ? പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, നീ എൻ്റെ മെയിൻ വെപ്പണല്ല. അതെന്താണ് പറഞ്ഞത്? കാര്യം ഞാൻ അങ്ങനത്തെ കോമ്പാക്റ്റ് അല്ല ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് സോ അവിടെയുള്ള കുറേ മോസിനെ ഇടിച്ച് നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ നീക്കും നല്ല ഹെൽപ്പ് വരും. കാര്യം നീ റൂളേഴ്സ് അതോട്ട് യൂസ് ചെയ്ത് ലോങ് റേഞ്ച് അറ്റാക്കിനൊക്കെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു സോഡ് അവൻ എടുത്തിട്ട് പുതിയൊരു സ്കിൽ അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോം സ്ലാഷ്. അവിടെയുള്ള
കുറേ മോൺസ്റ്റേഴ്സിനെ അവൻ കൊല്ലുന്നുണ്ട്. അവരെയൊക്കെ അവൻ എറേസിങ് ചെയ്തിട്ട് പുതിയ എക്യുപ്മെൻറ്റ്സും അവൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പുതിയ ഗോങ്കിൾസും അവൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള എല്ലാവരും അവൻ വീണ്ടും വീണ്ടും ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആ ഒരു സോഡ് പറയുന്നുണ്ട്, സോ ഇതാണല്ലേ ഷാഡോ മോണാർക്കിൻ്റെ പവേഴ്സ്. കൂടുതൽ എനിമി ഉള്ളത്രയും കാലം, കൂടുതൽ ഫൈറ്റ് ലോങ്ങർ ചെയ്യാവുന്നത്രയും കാലം അവൻ സ്ട്രോങ്ങർ ആയിക്കൊണ്ടേയിരിക്കും. അതായത് മരണം അവൻ്റെ കൂടെയാണല്ലോ എപ്പോഴും ഉള്ളത്. സോ ഇത് യുദ്ധമല്ല, ഇത് സത്യം പറഞ്ഞ ഒരു മാസക്കറാണ്. അത് കഴിയുമ്പോൾ സോ നല്ല പുതിയ കുറച്ച് സോൾജേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻ്റലിജൻസ് സ്റ്റാക്ക് കൂടിയപ്പോൾ ഇപ്പോൾ എനിക്ക് 5 വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഗ്രേറ്റ് മോണാർക്കിനെ വെച്ച് നോക്കാൻ നേരത്ത് ഇത് പദ്ധതിക്ക് എന്ന് പറയുന്ന നേരത്ത് വേറൊരു തലക്ക് നോക്കി ഓർമ്മ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ. പിന്നെ കാണിക്കുന്നത് അവർ 3 പേരും കൂടെ ഒരു സ്ഥലത്ത് പോയി നോക്കുന്നതാണ്. അവർ നോക്കാൻ നേരത്ത് എന്താ പറയുക, ഒരു ഗോഡൗൺ സെറ്റപ്പ് ആയിരുന്നു. അവിടെ കുറച്ചധികം പേര് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവിടേക്ക് ഒരു കാർ വന്നത്. ആ കാർ വന്ന് തുറക്കുന്ന കാണാത്ത സുഹോ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം അതിൻ്റെ അകത്ത് കുറച്ചധികം പേരുണ്ടായിരുന്നു. അവരുടെ കണ്ണും കൈയൊക്കെ കൂട്ടി കെട്ടിയിട്ട് അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പെങ്കൊച്ചിനെ അവിടെ ഉണ്ടാകുന്നിടത്തും കയറി പിടിക്കുന്നുണ്ട്. ബെറു, കിഡ്നാപ്പാണോ ഞാൻ ഈ കാണുന്നത്? ഞങ്ങളോട് കണ്ടിട്ട് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടേക്ക് ട്രസ് പാസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇടപെടാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് നോക്കാൻ നിർത്തും. സുഹോ അവിടെ ഇല്ലായിരുന്നു. ആർസോട് പറയുന്നുണ്ട് അവൻ ഓൾറെഡി അവിടേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൻ്റെ അച്ഛൻ ഒരു ഫേമസ് ആയുള്ള പോലീസ് ഓഫീസറാണ്. അതും വയലൻറ്റ് ക്രൈംസ് മാത്രം നോക്കുന്നത്. അവൻ്റെ അപ്പൂപ്പൻ ഒരു ലെജൻഡറി ഫയർ ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ സുഹോ 21 വയസ്സുള്ള സുഹോയ്ക്ക് ചെറിയൊരു ദുശീലമുണ്ട്. എന്തെങ്കിലും അനീതി കണ്ടു കഴിഞ്ഞാൽ അവൻ ആദ്യം പ്രവർത്തിക്കും, എന്നിട്ടേ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്.